എല്ലാം നല്ല അതിന് കഴിവുള്ളവർ ജയിക്കട്ടെ, എല്ലാം നന്നായി വരട്ടെ. നമ്മളെല്ലാവരും ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ഇതല്ലേ, കോമ്പറ്റീഷൻ അല്ലേ. പിന്നെ ഇത്രയേ ഉള്ളൂ. ചില കാര്യങ്ങൾ വലിയ ചതിവുകൾ വന്നിട്ടുണ്ട് ഇതിനകത്ത്, അത് മാത്രം പറയാനുള്ളൂ. കാര്യം വെച്ചാൽ നമ്മൾ എന്തോ ഒരു കാര്യം 1 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് പ്രചരിപ്പിച്ച് അത് വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് തോൽപ്പിക്കുക, അതൊരു അനാവശ്യ സംഭവമായിപ്പോയി. എല്ലാം വളരെ നല്ലത്. വനിതകൾ വരുന്നത് അതിനെന്താ, പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും കഴിവുള്ളവർ തന്നെയാണ്. നമുക്ക് മാത്രമല്ലല്ലോ കഴിവ്. ഇന്ന് എത്ര വലിയ വലിയ സ്ഥാനത്ത് സ്ത്രീകൾ ഇരിക്കുന്നു, അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ തെറ്റായ രീതിയിൽ കൂടെ ഇലക്ഷൻ ജയിക്കുക, അത് അവിടെ മാത്രമേ ഞാൻ എതിര് പറയുന്നുള്ളൂ. തെറ്റായ രീതി ഞാനിപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയാമെങ്കിൽ, എന്നെക്കുറിച്ച് വളരെ അനാവശ്യമായ ചില അപവാദങ്ങളൊക്കെ പരത്തി ഉള്ള മഞ്ഞപ്പത്രങ്ങളിലും മഞ്ഞ ടി വികളിലും ഒക്കെ കൊണ്ടുവന്ന് വേണ്ടാത്ത ഏതോ ഒരു സുഹൃത്തിനെ അയച്ച ഒരു വർഷം മുമ്പ് അയച്ച മെസ്സേജ് എടുത്ത് ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് നിരത്തി. അത് അങ്ങനെ സംഘടനയ്ക്കുള്ളിലുള്ളവർ ചതിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അതിപ്പം നമുക്ക് ഇതിനകത്ത് ആര് നല്ലവൻ ആര് മോശപ്പെട്ടവെന്ന് പറയാൻ പറ്റില്ലല്ലോ. ചതിച്ചവൻ എന്ത് ചെയ്യാൻ പറ്റും? അത് ഒരു ആത്മാവിനെ കൊല്ലുന്ന തുല്യമല്ലേ. ഒരു മനുഷ്യനെ കൊല്ലുന്നതിൽ അപ്പുറമല്ലേ ഒരു ആത്മാവിനെ കൊല്ലാന്നുള്ളത്. ഒരു ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുക. ഞാൻ ഇന്ന് വരെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ 50 വർഷമായി ഫിലിം ഫീൽഡ് വന്നിട്ട് 74 വന്ന ആളാണ്. ഇനി വലിയവനാണെന്നും പറയുന്നില്ല, സിനിമ ഇൻഡസ്ട്രിയിൽ അത്രയും വലിയൊരു സ്റ്റാറൊന്നുമല്ല ഞാൻ, അതെനിക്ക് സ്വയം അറിയാം. പക്ഷെ എന്നാലും ഒരു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ അവർ കാണിച്ചത്, ഏറ്റവും വലിയ ക്രൂരത. അമ്മയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ വനിതകൾ ആദ്യമായിട്ടാണ് അമ്മയുടെ തലപ്പത്തേക്ക് വരുന്നത്. ആദ്യമായിട്ടാണ് 2 വനിതകൾ അമ്മയുടെ തലപ്പത്തേക്ക് വരുന്നത്. 2 അല്ലല്ലോ, വേറെ ഉണ്ടല്ലോ, 4-5 പേര് വേറെ വന്നിട്ടുണ്ടല്ലോ, കമ്മിറ്റിക്കകത്തും ഉണ്ടല്ലോ. പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്തൊന്നും ഇതുവരെ ആരും ഇരുന്നിട്ടില്ല. അതെ, അത് അവർ നന്നായിട്ട് നയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. 2 പേരും നല്ല കഴിവുള്ളവരാണ്. ശ്വേതാ മേനോനാണെങ്കിലും കുക്കു പരമേശ്വരനാണെങ്കിലും എല്ലാം കൊണ്ടും നല്ല കഴിവുള്ള വ്യക്തികളാണ്. ഇത്രകാലം പുരുഷാധിപത്യത്തിന്റെ സംഘടന എന്നൊരു പേരുണ്ടായിരുന്നു. ആ പരാതി ഞാൻ കൊണ്ടിട്ട് സൈബർ സെല്ലിൽ കൊടുത്തു. അവർക്ക് അതിനെക്കുറിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവിടുത്തെ വലിയൊരു മുഖ്യൻ തന്നെയാണ്. അല്ല, പേര് ഞാനിപ്പോൾ അങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. അല്ല, ജയൻ ചേർത്തല അങ്ങനെ ഒരു കുറ്റം ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ജയൻ ചേർത്തല ചെയ്തിട്ടില്ല. ഇത് എവിടെയോ ലീക്ക് ചെയ്ത് പോയി. ഇതിനകത്ത് കളിക്കുന്ന പലരും ഉണ്ട്, വലിയ കളിക്കാരുണ്ട്. അവർക്ക് അവരുടെ ആൾക്കാരെ വെച്ച് തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാലേ അവരുടെ ചില തെറ്റായ പ്രവർത്തികൾ അവർ ചെയ്തതൊക്കെ മറഞ്ഞു പോവുകയുള്ളൂ. അതിനുവേണ്ടി ചെയ്ത കളിയാണ്, വേറെ ഒന്നുമല്ല. അതെ, അത് തീർച്ചയായിട്ടും ഉണ്ട്. അമ്മ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നശിപ്പിക്കാൻ തന്നെ വലിയൊരു എന്താ പറയുക, ഒരു കൂടസംഘം, ഒരു വലിയൊരു സംഘം തന്നെ ഉണ്ട് ഇതിനകത്ത്. നശിപ്പിക്കുകയും അവർ അതിന് മുതലെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിലിപ്പോ ഈ സ്ത്രീകൾ വന്നത് മാറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അമ്മയ്ക്ക് നന്മകൾ ഉണ്ടാവും, ഇവരെ കൊണ്ട് നന്മകൾ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിൻഡിക്കേറ്റിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇത് ഭയങ്കര കളി തന്നെ, ഡർട്ടി പൊളിറ്റിക്സ് എന്ന് പറയില്ലേ. നമ്മൾ പൊളിറ്റിക്സിൽ കാണുന്നതിന്റെ അപ്പുറമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു. എനിക്ക് നല്ല വിശ്വാസമായിരുന്നു ജയിക്കാന്നുള്ളത്. കാര്യം ഞാൻ ഇന്ന് വരെ ഒരാളെ ദ്രോഹിക്കുക, ഒരു തെറ്റായ പ്രവർത്തിയോ ഒന്നും ഞാൻ ചെയ്യാത്ത ഒരു മനുഷ്യനാണ്. അത്രയും ക്ലീൻ ഇമേജ് ഉള്ള ഒരാളാണ്. ഡേർട്ടി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഒരു മനുഷ്യൻ ചെയ്യാത്ത ഒരു കാര്യം എന്തോ ഒരു വർഷം മുമ്പ് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടാവും. അത് റെക്കോർഡ് ചെയ്ത് വെച്ച് അതെടുത്ത് ഇലക്ഷൻ പ്രചാരണമായിട്ട് നടത്തി അയാളെ തോൽപ്പിക്കുക എന്നുള്ള ഒരു മഹാവൃത്തികെട്ട ഏർപ്പാട് എല്ലാ സ്ത്രീകൾക്കെതിരെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പം സത്യം ജയിച്ചില്ലേ? ഇപ്പൊ കുക്കു പരമേശ്വരനെ കുറിച്ച് എന്തൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞു, ശ്വേതാ മേനോനെ കുറിച്ച് എന്തൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് അവർ ജയിച്ച് കാണിച്ചല്ലോ. അത് നമുക്ക് ഇനി പറയാൻ പറ്റില്ല, ഇനി വരുന്ന കാലം എന്ത് തെളിയിക്കും എന്നുള്ളത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശരി തന്നെ അമ്മയ്ക്കകത്ത് കുറേ കാര്യങ്ങൾ തെളിയേണ്ടിയിരിക്കുന്നു. ഈ മുന്നിൽ നിൽക്കുന്ന ഇവരൊക്കെ വിട്ടു പോകാൻ പാടില്ല. മോഹൻലാലും മമ്മൂക്കയും അതുപോലെ സുരേഷ് ഗോപി ഇവരൊക്കെ ഇതിനകത്ത് വേണം. ഇവരുണ്ടെങ്കിലേ അമ്മയേ ഉള്ളൂ. അവരെ കൊണ്ടാണ് അമ്മ നേടുന്നത്. വെച്ചാൽ എന്തൊരു സ്റ്റാർ പ്രോഗ്രാം നടത്താനും എന്ത് നടത്താനും ഇവരുടെയൊക്കെ കഴിവുകൊണ്ടാണ് ഇതിനകത്ത് പണം വരുന്നത്. പണം വന്നാലേ ഈ പാവപ്പെട്ടൊരു ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന എത്ര പാവങ്ങളുണ്ട്, കഷ്ടപ്പാട് അനുഭവിക്കുന്ന പാവങ്ങൾ. അത് ഇതിനകത്ത് കളിക്കുന്ന കുറേ പേര് കൈയിട്ട് വരുന്നവരുണ്ട്, ശരിക്കും കൈയിട്ട് വാരി കൊണ്ടുപോകുന്നവരുണ്ട്. ഞാൻ ഈ ചക്കരക്കുറത്തിൽ കൈയിട്ട നക്കുന്നവൻ ചുരുക്കമാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ പിച്ചച്ചട്ടിക്കകത്ത് കൈയിടുന്നവരാ ഇവര്. പിച്ചച്ചട്ടിക്കകത്ത് കൈയിട്ട് വാരിക്കൊണ്ടുപോയ അതിന് മാറ്റം ഉണ്ടെങ്കിൽ ഇപ്പൊ വരുന്ന പുതിയ കമ്മിറ്റി അതിനു വേണ്ടി ശ്രമിക്കണം. അതിന്റെ പഴയ കണക്കുകളുണ്ട്, എത്ര കണക്കുകൾ തെളിയിക്കാനുണ്ട്, പഴയ കണക്കുകൾ തെളിയാണ്ട് കിടപ്പുണ്ട്. എത്ര പൈസയുടെ കണക്കുകൾ ഇതുവരെ തന്നിട്ടില്ല. വലിയ വലിയ സാമ്പത്തിക തിരിമറികൾ നടന്നിട്ടുണ്ട് ഇവിടെ.
വലിയ വലിയ തിരിമറികൾ നടന്നിട്ടുണ്ട് അമ്മയ്ക്കകത്ത്, യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. അത് തെളിയിക്കണം ഇവർ. തെളിയാൻ വേണ്ടിയാണ് ഇതുപോലെ നല്ല ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ജയിച്ചോ തോറ്റോ എന്നുള്ള എനിക്കൊരു വിഷയമല്ല. ഞാൻ പറഞ്ഞ ആരും വരട്ടെ, വന്നവർ അത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഇത് തെളിയിക്കണമെന്നുള്ളത്. അല്ല, മാറി എന്ന് പറഞ്ഞാൽ മാറ്റുന്നതാണ് കുറച്ച് പേര്, എല്ലാവരും അല്ല. 506 പേരിൽ എല്ലാവരും മോശപ്പെട്ടവരൊന്നുമില്ല. അതിൽ ഞാൻ പറഞ്ഞ ഒരു കൊട്ട ടൊമാറ്റോ കൊടുത്താൽ ഒരെണ്ണം ചീഞ്ഞുണ്ടെങ്കിൽ മതിയല്ലോ. ഒരു തലവനായിട്ടിരിക്കുന്ന ഒരുത്തൻ മതിയല്ലോ ഇതെല്ലാം നശിപ്പിക്കാൻ വേണ്ടി. അയാളെ ചുറ്റിപ്പറ്റി അത് നിങ്ങൾ സങ്കല്പിക്കുക. എനിക്ക് അതേ ഉള്ളൂ. അല്ല, എനിക്കെന്ത് പേടി എന്താണ്? ഞാൻ എന്തിനൊരാളുടെ വ്യക്തിയുടെ പേരെടുത്ത് പറയണം? ഒരാളുടെ വ്യക്തിയുടെ പേരെടുത്ത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാക്കാം ആരാണ് എന്താണെന്നുള്ളത്, എല്ലാവർക്കും മനസ്സിലാവും. അതൊരു വളരെ നഗ്നമായ സത്യമാണ്, അതിൽ ഒരു സംശയവുമില്ല.